Welcome back. Last risk management മോഡലാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് സെയിം രീതിയിൽ തന്നെ. ഡാഷ് ഈസ് ദ ഇവന്റ് ലീഡിങ് ടു ഇഞ്ചർ, റിസ്ക്, ഡാമേജ്, ആക്സിഡന്റ്. ഇവിടെ എന്താ ഇവന്റ് ആണ്, അത് ആക്സിഡന്റ് ആണ്. ഓക്കെ. ഡാഷ് ഈസ് obliged to make sure that safety and health workers in every aspect of work. ആരാണ്? ഹു ഈസ് obliged? എംപ്ലോയർ ആണ് അത് കേട്ടോ. ദ സ്റ്റെയർ കേസ് മസ്റ്റ് ഹാവ് നോക്കിക്കോളൂ, ഗാർഡ് റെയിൽ വേണം, ഹൈ റൈസ്ഡ് സ്റ്റെപ്പ് വേണം, 150 വിഡ്ത്ത് വേണം. ഏതാണ്? ഗാർഡ് റെയിൽസ് ആണ് ഇതിന് സ്റ്റെയർ കേസിന് വേണ്ടത്. ഹാൻഡ് റെയിൽ ആണ് ശരിക്കും വേണ്ടത്. ഇപ്പോൾ ഇവിടെ ഗാർഡ് റെയിൽ എന്നുള്ളതുകൊണ്ട് ശരിക്കും സ്റ്റെയർ കേസിന് ഗാർഡ് റെയിലാണ് വരുന്നത്. പക്ഷെ ഇവിടെ തന്നത് ഗാർഡ് റെയിലാണ്. എന്താ നോക്കിയിട്ട് അത് നിങ്ങളിത്. ഓക്കെ. റിസ്ക് അസസ്മെന്റ് വിൽ കം അണ്ടർ ഡാഷ് റെസ്പോൺസിബിലിറ്റി. അത് മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. കോൺട്രാക്ട് ഇതല്ല, മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് റിസ്ക് അസസ്മെന്റ്. ദ ലാസ്റ്റ് ഫേസ് ഓഫ് എമർജൻസി. ഓക്കെ. ദ ലാസ്റ്റ് പേഴ്സൺസ് ഓഫ് എമർജൻസി ഏതാണ്? റീഹാബിലിറ്റേഷൻ. എമർജൻസിയുടെ ഈസ് ആണ് അത്. ഐഡ് എന്നുള്ളത് ഈസ് ആണ്. ഈസ് റീഹാബിലിറ്റേഷൻ. എമർജൻസി എസ്കേപ്പ് റൂട്ട് മസ്റ്റ് ഹാവ്. ഏതാണ്? ഡോർ ലോക്ക് വേണം, സേഫ്റ്റി സൈനേജ് വേണം, സൈനേജ് വിത്ത് ആൻഡ് എമർജൻസി ലൈറ്റിംഗ്. അതാണ് വേണ്ടത്. സൈനേജ് മാത്രം പോരാ, അതിൽ എന്താണ് ആൾക്കാർക്ക് പോകാനും മറ്റുള്ള ഇലക്ട്രിസിറ്റി ഫെയിൽ ആയി കഴിഞ്ഞാൽ കാണാനുള്ള എമർജൻസി ലൈറ്റിംഗ് സംവിധാനം വേണം. ദ ലെവൽ ഓഫ് റിസ്ക് വിച്ച് ഈസ് അക്സെപ്റ്റബിൾ, ലോ ആണ്. ഡെമോൺസ്ട്രേറ്റ് ആക്സിഡന്റ്. ഡാഷ് ഡെമോൺസ്ട്രേറ്റ് ആക്സിഡന്റ് കൺസേഷൻ. ഡൊമിനോ തിയറി. പിന്നെ കോൾ യാർഡ്, ദ പൈൽ ഹൈറ്റ് ഓഫ് ഇത് നോർമലി ഏതാണ്? ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 8 feet ആണ്. ഓക്കെ. എ കമ്പനി വിത്ത് ഡാഷ് വിൽ ഹാവ് ലോവർ ആക്സിഡന്റ് റേറ്റ്, ഹൈ പ്രൊഡക്ടിവിറ്റി, ഹൈ മൊറാല്. ഏതാണ്? ഗുഡ് ഹൗസ് കീപ്പിംഗ് ഉള്ളതാണ് അതിന്റെ ഉത്തരം വരുന്നത്. സ്ലൈഡ് കണ്ടിന്യൂ ചെയ്യാണ്. അതുകൊണ്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് യുവർ ഓൺ വേർഡ്സ്. റിസ്ക് ഓഫ് ഫയർ വുഡ് ബി റിലേറ്റഡ് ടു എന്താണ്? പുവർ ഹൗസ് കീപ്പിംഗ് ആണ് അവിടെ എഴുതേണ്ടത്. റിസ്ക് ഓഫ് ഫയർ എപ്പോഴും പുവർ ഹൗസ് കീപ്പിംഗ് റിലേറ്റഡ്. വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ഈസ് എ ഡാഷ് ഹസാർഡ്, എർഗോണോമിക് ഹസാർഡ് ആണ്. ദ ഫസ്റ്റ് ഫേസ് ഓഫ് എമർജൻസി ഈസ് ദ വാർണിംഗ്. ഡാഷ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റിസ്ക് അസസ്മെന്റ്, കൺട്രോൾ മെഷർ. നോക്കിയോ, ഇതിന് വരുന്നത് എങ്ങനെയാണ്? ഐഡന്റിഫൈ ചെയ്യുക, ഹസാർഡ് ഐഡന്റിഫൈ ചെയ്യുക, ഹസാർഡിനെ ഇവാലുവേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് അനലൈസ് ചെയ്തതിന് ശേഷം ലാസ്റ്റിൽ എന്ത് ചെയ്യാണ്? കൺട്രോൾ മെഷേഴ്സ് ഡിസൈഡ് ചെയ്യുക. അതാണ് ഡിസൈഡിങ് കൺട്രോൾ മെഷേഴ്സ്. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. Dash is the commonly used risk assessment in process industries to quantify the risk of major hazard. ഏതാണ് മേജർ ഹസാർഡിന്റെ ഇത് ചെയ്യുന്നത്? QR ആണ്. QRA എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അല്ലെങ്കിൽ അത് ഹെസോപ്പും വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾ നോക്കുക അതിന്റെ ചാൻസ് അനുസരിച്ച് QR എന്നും ഹെസോപ്പും ഇതുള്ള. അപ്പോൾ QR ആണ് മോസ്റ്റ് സൂട്ടബിൾ. സൈക്ലോൺസ് ആർ ഡിസാസ്റ്റർ ഫ്രം നേച്ചറൽ ഡിസാസ്റ്റർ ആണ്. ഡാഷ് റിസ്ക് ആർ കൺസിഡേർഡ് അക്സെപ്റ്റബിൾ, വെരി ലോ. കാരണം എന്താ? നോ ഫർദർ ആക്ഷൻ, ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സുഖമായിട്ട് ജോലി. അതാണ് വെരി ലോ ആണെങ്കിൽ മാത്രമേ അതാണ്. കാരണം മറ്റുള്ള പ്രിക്കോഷൻസ് ഒന്നും മതിയായിട്ട് വേണ്ട, അതാണ് വെരി ലോ. ഡാഷ് ഈസ് എ നേച്ചുറൽ ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ അനവധി ഉണ്ട്, ഫ്ലഡ് ഉണ്ട്, ഏത് വേണമെങ്കിൽ നിങ്ങളൊരു ചോയ്സ് ചെയ്താ. ട്രെയിനിങ് ആൻഡ് പ്രൊസീജിയർ ആർ മെഷർ ഓർ മെത്തേഡ്. ഏതാണ്? ട്രെയിനിങ് എഡ്യൂക്കേഷണൽ മെഷേഴ്സ് ആണ്. ട്രെയിനിങ് എന്താ വരുന്നത്? എഡ്യൂക്കേഷണല് വരുന്നതാണ്. ഡിസൈഡിങ് വാട്ട് നീഡ് ടു ബി ഡൺ ടു എലിമിനേറ്റ് ഓർ സോൾവ് പ്രോബ്ലം ഈസ് നോൺ ആസ് എലിമിനേഷൻ. ഓക്കെ. ദെൻ അത് ഓക്കെ. അതാണ് അടുത്തതാണ് സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ്. അടുത്ത വരുന്നത് എന്താണ്? തെറ്റാണോ ശരിയാണോ എന്ന് പറയാം. സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ്. ഓക്കെ. Falling of equipment materials terms as system error. Falling error system error ഏതാണ്? ഇതാണ് അൺസേഫ് ആക്ഷൻ ആണ്. വേണ്ട രീതിയിൽ നമ്മൾ ലോഡും കാര്യങ്ങളും ഒന്നും വെക്കുന്നില്ല, ലോക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത് ഏതാണ്? ഫാൾസ് ആണ്. റിസ്ക് അസസ്മെന്റ് ടു ബി ക്യാരിഡ് ഔട്ട് വെൻ ദർ ഈസ് നോ അൺസർട്ടനിറ്റി ഓഫ് എ ഹസാർഡ്. തെറ്റാണ്. ഇതിന് നമുക്ക് സെർട്ടനിറ്റി ആണത് വരുന്നുള്ളത് ഉള്ളപ്പോഴാണ് റിസ്ക് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഫേസ് ഓഫ് എമർജൻസി ഈസ് വാർണിംഗ്. കറക്റ്റ് ആണ്.
A company will have lower accident rate, high production, better staff and morale when good housekeeping is maintained. True ആണത്. Noise hazard will cause muscle strain. Muscle strain വരുമോ? നോയ്സ് എന്താണ്? ഹിയറിംഗ് ആണ് പ്രോബ്ലം വരുന്നത്. അതുകൊണ്ട് അത് റോങ് ആണ്. പ്രൊവൈഡിങ് ട്രെയിനിങ് ഈസ് എ പാർട്ട് ഓഫ് റിസ്ക് എലിമിനേഷൻ. അല്ല, അത് എഡ്യൂക്കേഷൻ പാർട്ടിലാണ് റിസ്ക് വരുന്നത്. പ്രൊവൈഡ് ട്രെയിനിങ്. Okay. Any accident in a workplace is always a single reason. Single reason. ഒരിക്കലും ഒരു ആക്സിഡന്റ് പിന്നെ സിംഗിൾ റീസൺ ആണ്. ഇറ്റ് വിൽ ഹാവ് മൾട്ടിപ്പിൾ റീസൺ. അപ്പൊ എന്താണ് അത്? ഫാൾസ് ആണ്. Generally useless paperwork mounted in a sensible risk management. Wrong ആണ്. Okay. Maintain strict discipline is enforcement of safety. Correct ആണ്. True ആണ്. 12% of Indians are vulnerable to earthquake. True എഴുതാ. Okay. അടുത്തത് expand the following. SCABA, self-contained breathing apparatus. FMBA, and the failure mode evaluation assessment. Then ETA, event tree analysis. Then MSJS, material safety data sheet. Job hazard analysis. Still ഏതാണ്? ഷോർട്ട് ടൈം എക്സ്പോസർ ലിമിറ്റ്. ക്യൂറെ ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അസസ്മെന്റ്, ക്വാളിറ്റേറ്റീവ് റിസ്ക് അസസ്മെന്റ്. രണ്ട് വിചാരം ശരിയാണ്. ജോബ് സേഫ്റ്റി അനാലിസിസ്, JSA, PP, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. HAZOP, ഹസാർഡ് ഓപ്പറബിലിറ്റി സ്റ്റഡി. അതാണ് ഇതിൽ വരുന്നത്. അടുത്ത സ്ലൈഡ് നോക്കൂ. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ചോദ്യത്തിന് ഉത്തരം എഴുതുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്യും. Differentiate between risk management and risk assessment. റിസ്ക് മാനേജ് എന്ന് പറഞ്ഞാൽ റിസ്കിനെ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്ത്, എവാലുവേറ്റ് ചെയ്ത്, പ്ലാൻ ചെയ്ത്, എൻഫോഴ്സ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന ഇതിനെയാണ് റിസ്ക് മാനേജ്മെന്റ്. റിസ്ക് അസസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്കിനെ ഐഡന്റിഫൈ ചെയ്ത്, ഇവാലുവേറ്റ്, കൺട്രോൾ മെഷേഴ്സ് ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് റിസ്ക് അസസ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടും വ്യത്യാസമാണ്. ഓക്കെ. മറ്റേത് ഗവേണിംഗ് ആണ്, മറ്റേതൊരു പ്രോസസ് ആണ്. വീണ്ടും വാട്ട് ഈസ് ലൈക്ലിഹുഡ് ഓഫ് ഹാം? ലൈക്ലിഹുഡ് ഓഫ് ഹാം എന്താണ്? റിസ്കിന്റെ ഡെഫിനിഷൻ എഴുതിയാൽ മതി. റൈറ്റ് ടു സ്റ്റെപ്പ് ഓഫ് റിസ്ക് മാനേജ്മെന്റ്. റിസ്ക് മാനേജ്മെന്റ് എന്താണ്? അത് ഫസ്റ്റ് ഐഡന്റിഫൈ ദ ഹസാർഡ്, ദെൻ അനാലിസിസ് ആൻഡ് പ്ലാനിങ്. ഓക്കെ. ഹൗ ഡു യു പ്രയോറിറ്റൈസ് റിസ്ക്? റിസ്കിനെ പ്രയോറിറ്റൈസ് ചെയ്യുക എങ്ങനെയാണ്? പിന്നെ ഇത് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന്, അതിൽ നിന്ന് വരുന്ന ഇമ്പാക്ട് അടിസ്ഥാനത്തിൽ അതിന് പിന്നെ ലോ പ്രോബബിലിറ്റി, പിന്നെ വെരി ലോ പ്രോബബിലിറ്റി, ഹൈ പ്രോബബിലിറ്റി എങ്ങനെയാ? വേറെ എന്താണ്? സിവിയർ, മോഡറേറ്റ് ആൻഡ് മൈനർ ഇഞ്ചേഴ്സ്. അപ്പൊ രണ്ട് തരത്തിൽ അതിനെ പ്രയോറിറ്റൈസിങ് ചെയ്യാം. ഡിഫൈൻ റിസ്ക്. റിസ്കിൽ എന്താ? പ്രോബബിലിറ്റി ഓർ ലൈക്ലിഹുഡ് ഓഫ് ഹാം അല്ലെങ്കിൽ ഇഞ്ചുറി. അതിനെയാണ് ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. അത് നോക്കി കറക്റ്റ് ബൈ ഹാർട്ട് ആക്കി എഴുതിക്കണം. When should be RA carried out? RA means risk assessment. ഏതാണ്? അനവധി പോയിന്റ് ഉണ്ട്. പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, പുതിയ എക്യുപ്മെന്റ് വാങ്ങുമ്പോൾ, ഏതെങ്കിലും ഒരു സിസ്റ്റം ചേഞ്ച് ചെയ്യുമ്പോൾ, ഓക്കെ, ഇനി ഏതെങ്കിലും പ്രൊസീജിയറിൽ മാറ്റം വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ മാറ്റം വരുന്നത്, ഇങ്ങനെയുള്ള സമയത്ത് അത് നോക്കിയിട്ട് അതിന്റെ പോയിന്റ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പോയിന്റ് എഴുതിയാൽ മതി. വാട്ട് ഈസ് ഫോൾട്ട് ട്രീ അനാലിസിസ്? ഫോൾട്ട് ട്രീ അനാലിസിസ് എന്താണ്? ഒരു റിസ്ക് അസസ്മെന്റ് ടെക്നിക്കാണ്. ഓക്കെ. ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ വരാവുന്ന ഫെയിലിയറിന്റെ സീക്വൻസ് കണ്ടുപിടിക്കുന്ന ഏത് രീതിയിലാണ് ഇതുള്ളത് കണ്ടുപിടിക്കുന്നതിനാണ് ഫോൾട്ട് ട്രീ അനാലിസിസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ഫോർ എക്സാമ്പിൾ പറയാണ്, നിങ്ങളെ വീട്ടിലെ ബൾബ് കത്തുന്നില്ല. ബൾബ് ഫീസ് ആയിരിക്കാം, ഓൾഡ് ഡാമേജ് ആയിരിക്കാം, അല്ലെങ്കിൽ കണ്ടക്ടർ ഫെയിലിയർ ആയിരിക്കാം, അല്ലെങ്കിൽ സീലിംഗ് പൊട്ടിയിരിക്കാം, അവിടുന്ന് സ്വിച്ചിന് തകരാറുണ്ടായിരിക്കാം, സ്വിച്ച് പിന്നെ ഡിഫക്റ്റീവ് ആയിരിക്കാം. ഓക്കെ. ഇങ്ങനെ അല്ലെങ്കിൽ നോൺ കോണ്ടാക്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ റസ്റ്റ് വന്നിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്ത് ഫോൾട്ടിനെ അനലൈസ് ചെയ്യുന്ന രീതിക്കാണ് ഫോൾട്ട് ട്രീ അനാലിസിസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് മോക്ക് ഡ്രിൽ? മോക്ക് ഡ്രിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എമർജൻസിയിൽ എടുക്കേണ്ട ജോലികളെ പ്രാക്ടീസ് ചെയ്യിക്കാൻ വേണ്ടി ആ സിറ്റുവേഷനെ നമ്മൾ സിമുലേറ്റ് ചെയ്ത് അതിന് ഡ്രില്ല് കണ്ടക്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് മോക്ക് ഡ്രിൽ. പ്രാക്ടീസിങ് ഓഫ് എമർജൻസി മെഷേഴ്സ്. അതാണ്. വാട്ട് ആർ ദ 3 ബെനിഫിറ്റ് ഓഫ് റിസ്ക് മാനേജ്മെന്റ്? റിസ്ക് മാനേജ്മെന്റ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യാണ്? വളരെ പിന്നെ റെഡ്യൂസ് ചെയ്യാം ആക്സിഡന്റ് ലെവലിലെ കാര്യം. അതിന്റെ അത് നിങ്ങൾക്ക് അതിൽ തന്നിട്ടുണ്ട്. റിസ്ക് മാനേജ്മെന്റ് അത് നോക്കിക്കോളൂ. ബെനിഫിറ്റ് ഓഫ് റിസ്ക് മാനേജ്മെന്റ്, പിന്നെ ബെനിഫിറ്റ് ഓഫ് റിസ്ക് അസസ്മെന്റും മാനേജ്മെന്റുമായിട്ട് നിങ്ങൾ
കൺഫ്യൂസ് ആവാൻ പാടില്ല, വളരെ ഇതായിട്ട് എഴുതണം. കാരണം ബെനിഫിറ്റ് എന്താണ്? ബെറ്റർ മാനേജ്മെന്റ്, ഇംപ്രൂവ്ഡ് സർവീസബിലിറ്റി, പിന്നെ ഗ്രേറ്റർ കോമ്പറ്റീഷൻ അഡ്വാൻറ്റേജ്, ലെസ് ടൈം ഇൻ ഫയർ ഫൈറ്റിംഗ് എന്നുള്ള ആ പോയിന്റുകളാണ് എഴുതേണ്ടത്. അല്ലാതെ റിസ്ക് അസസ്മെന്റിന്റെ ബെനിഫിറ്റുമായിട്ട് കൺഫ്യൂസ് ചെയ്ത് മാറി എഴുതാൻ പാടില്ല. വാട്ട് ഈസ് എ ഡിസാസ്റ്റർ മാനേജ്മെന്റ്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താണ്? ഡിസാസ്റ്ററിനെ ഐഡന്റിഫൈ ചെയ്തത് അതിന് അതിന്റെ ഫേസുകളുണ്ട്. ആ ഫേസുകളെ കാര്യമായിട്ട് അതിന്റെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ആ ഡെഫിനിഷൻ നോക്കി ബൈഹാർട്ടാക്കുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കിയോ എഴുതുകയോ ചെയ്യാം. ഇനി നോക്കിയോളൂ, അടുത്ത സ്ലൈഡിൽ ആൻസർ ദ ഫോളോയിങ് ചോയ്സ് ആണ്. നിങ്ങൾക്ക് 3 or 4 എണ്ണം എഴുതാൻ പറയും. അത് ചിലപ്പോൾ മിനിമം 3 ആയിരിക്കും, ഒക്കെ കുറച്ച് മാർക്ക് കൂടിയതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അതിനെ എക്സ്പ്ലെയിൻ ഡിസാസ്റ്റർ. നേരത്തെ പറഞ്ഞ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഡിസാസ്റ്റർ എന്താണെന്ന് പറയുക, അതിന്റെ മാനേജ്മെന്റ് സ്റ്റെപ്പുകൾ എന്താണ്, അതിന്റെ ഫേസ് സൈക്കിള് ഒന്ന് വരഞ്ഞൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയായി. എക്സ്പ്ലെയിൻ ഡെഫിനിഷൻ ഓഫ് റിസ്ക് ലെവൽ. റിസ്ക് ലെവലിന്റെ അതേപോലെ തന്നെ ലോ പ്രോബബിലിറ്റി, അതുപോലെ തന്നെ ഏത് സിവിറിറ്റി, അതിന്റെ ചാൻസസിന്റെ അടിസ്ഥാനത്തിൽ അതൊരു ഗ്രാഫായിട്ട് എഴുതി കഴിഞ്ഞാലും അല്ലെങ്കിൽ ടേബിളായിട്ട് ബുക്കിലുള്ള പോലെ എഴുതിയാലും മതി. വാട്ട് ഈസ് ഹെസോപ്പ് ആൻഡ് ഇറ്റ്സ് ടൈപ്പ്? ഹെസോപ്പ് എന്താണ്? ഹസാർഡ് ഓപ്പറബിലിറ്റി സ്റ്റഡി. ഇതൊരു എന്താണ്? റിസ്ക് അസസ്മെന്റ് ടെക്നിക്കാണ്. ഇത് ഉപയോഗിക്കുന്നത് കെമിക്കൽ പ്ലാന്റിലാണ്. കെമിക്കൽ പ്ലാന്റിൽ പോസിബിൾ ആയിട്ടുള്ള ഹസാർഡുകൾ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗിന്റെ കണ്ടീഷൻസ് മനസ്സിലാക്കുന്ന ടെക്നിക്കിനെയാണ് ഹെസോപ്പ് എന്ന് പറയുന്നത്. അനവധിയുണ്ട്. ഹ്യൂമൻ ഹെസോപ്പ് ഉണ്ട്, മെറ്റീരിയൽ ഹെസോപ്പ് ഉണ്ട്, അങ്ങനെ അനവധി ഹെസോപ്പിന്റെ രീതികളുണ്ട്. 3 or 4 അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ മതി. ഓക്കെ. വാട്ട് ഈസ് JSA? JSA ഒന്നാണ് ജോബ് സേഫ്റ്റി അനാലിസിസ്. ഒരു പെർട്ടിക്കുലർ ജോബിനെ എടുത്ത് അതിൽ വരുന്ന ഹസാർഡുകളെ ഐഡന്റിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് കൺട്രോൾ മെഷേഴ്സിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനാണ് JSA എന്ന് പറയുന്നത്. അതെന്താണ്? റിസ്ക് അസസ്മെന്റ് പോലത്തെയാണ്, പക്ഷെ ഇതെന്താണ്? ഒരു പെർട്ടിക്കുലർ ജോബിൽ എടുത്ത് ചെയ്യുന്നതിനാണ് ജോബ് സേഫ്റ്റി ആണ്. അപ്പൊ എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ടാസ്ക്, അതുകൊണ്ടാണ് ജോബ് എന്ന് പറയുന്നത്. ഓക്കെ. Then what is hierarchy of hazard control? Hazard controlന്റെ hierarchy ഇന്നലെയും പറഞ്ഞു തന്നത് കാര്യമാണ്. അത് ഏതാണ്? എലിമിനേഷൻ, വിചാരണം, അഡ്മിനിസ്ട്രേഷൻ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, അങ്ങനെയുള്ള ആ 4 കൺട്രോളിലാണ് ഇത് വരുന്നത്. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് കണ്ടക്ടിങ് JSA കണ്ടക്ട് ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട് ബുക്കിൽ. അതൊന്ന് ഏതാണ്? ഓരോ അതിനെ വിഭജിക്കുക, ഏതെല്ലാണെന്ന് കണ്ടുപിടിക്കുക, പ്രത്യേകം ഡിഫൈൻ ചെയ്തിട്ട് എഴുതുന്നതിനാണ് JSA കണ്ടക്ട്. അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇങ്ങനെയുള്ള 3-4 നിങ്ങൾ കറക്റ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ചെയ്യാൻ കഴിയും. ഏതെങ്കിലും പെർട്ടിക്കുലർ ആയിട്ട് പഠിക്കുക, എന്നിട്ട് അതിനെ ആൻസറബിൾ ആയിട്ട് അലൗട്ട് ചെയ്യുക. ഓക്കെ.